ഹായ് ഓൾ, വെൽക്കം ടു എൽസസ് കളക്ഷൻസ്. ഇന്ന് നമുക്ക് സോയ ചങ്ക്സ് ബീഫിൻ്റെ സ്റ്റൈലിൽ ഒന്ന് കറി വെച്ചാലോ. നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാനും പിന്നെ വെറുതെ വൃക്കി കഴിക്കാനും നല്ലതാണിത് കേട്ടോ. ആദ്യം ഞാൻ സോയാബീൻ ഒരു ചെറു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് അതിനുശേഷം അതിനെ നമുക്കൊരു പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ എന്നിട്ടൊരു പാനിൽ നമ്മൾക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകവും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയും സവോളയും മിക്സ് ചെയ്ത് ഞാൻ ഇട്ടേക്കുന്നത്, അതും കൂടി ഇട്ട് അതിനെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതിനുശേഷം അത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. അത്രയും സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് പൊടിയുടെ പച്ചമണം വാങ്ങുന്നവരെ വഴറ്റി കൊടുക്കാം. പൊടികൾ വരണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളം കുറച്ച്, ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഒരു ടൊമാറ്റോ ആഡ് ചെയ്ത് നമ്മൾ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയായി കിട്ടും. അതിനുശേഷം നമുക്കതിലേക്ക് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചൊരു 5 മിനിറ്റ് വേവിക്കണം. അപ്പോൾ സോയാബീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും കേട്ടോ. കണ്ടോ, വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനിയും അടച്ചു വെച്ച് നമുക്ക് ഒന്നും കൂടെ വേവിക്കാം. കുറച്ചുകൂടെ വേവാനുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.